പ്രതിരോധ മേഖലയിൽ പുത്തൻ കുതിപ്പുമായി ഇസ്രായേൽ. പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് ശേഷം ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്ന പുതിയ അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് മഗേൻ ഓർ എന്ന അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനം. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതിൻ്റെ പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നു വരികയായിരുന്നു. പുതിയ ലേസർ സാങ്കേതിക വിദ്യ പ്രതിരോധ മേഖലയിൽ ഇടം പിടിച്ചതോടെ ഇസ്രായേലിൻ്റെ പ്രതിരോധ രംഗം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ഹെബ്രായ ഭാഷയിൽ പ്രകാശ കവചം എന്നർത്ഥമുള്ള മഗേനോർ ലേസർ പ്രതിരോധ സംവിധാനം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ സംവിധാനം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ എയർഫോഴ്സും റഫായൽ ഡിഫൻസ് കമ്പനിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ്. ട്രെയിലറിൽ മൗണ്ട് ചെയ്ത ഈ സംവിധാനത്തിൽ 100 മുതൽ 150 കിലോവാട്ട് വൈദ്യുത ലേസറാണ് ഉപയോഗിക്കുന്നത്. ശത്രു അയക്കുന്ന ആയുധങ്ങളും അതിന്റെ ലക്ഷ്യം കണ്ടെത്തുകയും അതിൽ ലേസർ കിരണം പതിപ്പിച്ച് അത് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന അത്യാധുനിക ലേസർ പ്രതിരോധ സിസ്റ്റമാണിത്. ഡ്രോണുകളും മോർട്ടാർ ഷെല്ലുകളും റോക്കറ്റുകളും യഥാസമയം നശിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൈന്യം അതീവ രഹസ്യമായി മഗേനോർ ലേസർ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിവരികയായിരുന്നു. ഹൂത്തി ഹിസ്ബുള്ള ഭീകരരയച്ച അനവധി ഡ്രോണുകളും ഈ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. കൂടാതെ റോക്കറ്റുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ വിജയകരമായി തകർത്തിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും ചെലവേറിയ അയൺ ഡോമിനേക്കാൾ ചെലവ് വളരെ കുറഞ്ഞതാണ് മഗേനോർ എന്ന അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനം. ഓരോ ആക്രമണത്തിനും മിസൈൽ ഉപയോഗിക്കുന്ന അയൺ ഡോമിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ലേസർ ഉപയോഗിക്കാനാകുന്നത് വലിയ നേട്ടമാണ്. ഒപ്പം അതിവേഗത്തിൽ ശത്രുവിന്റെ ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കുന്നുവെന്നതും ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നിരന്തര ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ മഗേനോർ എന്ന അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനം വിശ്വാസയോഗ്യമാണെന്നും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിനകം തന്നെ ശക്തമായ ഒരു ലെയേർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് ഇസ്രായേലിനുണ്ട്. പുതിയ ലേസർ സാങ്കേതിക വിദ്യ ചേർന്നതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി ഇനി വിപ്ലവാത്മകമായി വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ലോകം മുഴുവൻ എയർ ഡിഫൻസ് ലേസറുകളുടെ സാധ്യത മുന്നിൽ കാണുകയും ചർച്ചകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അത് നിർമ്മിക്കുകയും യുദ്ധത്തിൽ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്ത ആദ്യ രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.